ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഷീ ജിൻപിങ്ങിൻ്റെ പിടി അയയുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം രണ്ടാം മാവോ എന്ന് സ്വയം വിശേഷിപ്പിച്ചും ഒക്കെയാണ് അധികാരത്തിലിരിക്കുന്നത്. വലിയ അധികാര കേന്ദ്രമായി ഒരു ഏകാധിപത്യ രീതിയിലേക്ക് കഴിഞ്ഞ 12 വർഷമായിട്ട് ചൈനയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഷീ ജിൻപിങ്ങിൻ്റെ നിലവിൽ പാർട്ടിയിലുള്ളതും അധികാരത്തിലുള്ളതുമായിട്ടുള്ള ശക്തിയൊക്കെ കുറയുന്നതായിട്ടും ഷീ ജിൻപിങ് ഒന്ന് ഒറ്റപ്പെടുന്നതായിട്ടുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കാൻ പോവുകയാണോ, അതോ അതിൻ്റെ ലക്ഷണമാണോ ഈ കാണുന്നത്? അല്ല, ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചിട്ട് കാലം കുറേ ആയി എന്ന് വേണം നമ്മൾ ശരിയായി നിരീക്ഷിക്കാൻ. ചൈന ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായൊരു മുതലാളിത്ത രാജ്യമാണ്. മുതലാളിത്ത രാജ്യം എന്ന് വിളിക്കുന്നത് മുതലിന് അല്ലെങ്കിൽ ക്യാപിറ്റലിന്, മൂലധനത്തിന് വമ്പിച്ച പ്രാധാന്യം കിട്ടുകയും അത് കുന്നുകൂടുകയും ചെയ്യുന്ന, അത് കുന്നുകൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിനാണ് നമ്മൾ മുതലാളിത്ത ഭരണം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ചൈന അമേരിക്കയേക്കാൾ വലിയ ശക്തിയായി മാറുന്നത്? ചൈന എങ്ങനെയാണ് വളരുന്നത്? ഒരു സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയുടെ നിരക്കിലും അതിൻ്റെ സ്വഭാവത്തിലുമാണോ ചൈന വളരുന്നത്? ഒരിക്കലും അല്ല. ചൈന വളരുന്നത് മൂലധനത്തിൻ്റെ വർധനവിലൂടെയാണ്. മൂലധനം വർദ്ധിപ്പിക്കുന്നതാവട്ടെ അങ്ങേയറ്റം അതിനുവേണ്ടി മാത്രമാണ് പഴയ കമ്മ്യൂണിസ്റ്റ് മുറകൾ, മാവോയുടെ മുറയും സ്റ്റാലിൻ്റെ മുറയും ഒക്കെ അവർ സ്വീകരിക്കുന്നത്. ചൈനക്കകത്ത് എന്ത് തരത്തിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ടായാലും അത് ലോകമറിയാൻ സമയമെടുക്കും. എന്തറിയണം? ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ വലിയ ലോകത്ത് പോലും ഏത് കാഴ്ച, ഏത് ഡാറ്റ ലോകത്തേക്ക് ഷെയർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോഴും ചൈനീസ് ഭരണകൂടമാണ്. അപ്പോൾ ചൈനയുടെ ഒരു പ്രശ്നം ഈ ഷീയിസം എന്നാണ് അവിടെ പറയുക. ഷീയിസം എന്ന് പറയുന്നത് കൃത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ പിണറായിസം എന്ന കൊച്ചു പ്രതിഭാസത്തെ വിളിക്കുന്നത് പോലുള്ള ഒരു സംഗതി മാത്രമല്ല. അത് ആശയതലത്തിൽ തന്നെ ഐഡിയോളജിക്കലി തന്നെ വളരെ വ്യതിയാനം വന്ന ഒരു മാർക്സിയൻ ലെനിനിസ്റ്റ് സമീപനത്തിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായൊരു സാധനമാണ്. ഒന്നാമത്തെ കാര്യം, സ്വകാര്യ മൂലധനം എപ്പോൾ ഉണ്ടാകുന്നുവോ, അല്ലെങ്കിൽ ഈ സമ്പത്ത് വ്യക്തികളുടേതായിത്തീരുന്നുവോ, അപ്പം മരിച്ചു വീഴുന്നൊരാശയത്തിൻ്റെ പേരാണ് മാർക്സിസം. ചൈനയിലെ ഇന്നത്തെ സ്ഥിതി എന്താണ്? കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മുഴുവനും ശതകോടീശ്വരന്മാരാണ്. അവർക്ക് പണം കൊന്നുകൂട്ടാനുള്ള വ്യവസായ ശൃംഖലകൾ പടുത്തുയർത്തുകയാണ് ആ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. അവരുടെ പണിയാളുകളാണ് അവിടുത്തെ തൊഴിലാളി വർഗം അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർ. ഏറ്റവും ഒടുവിൽ ചൈനയിൽ പോയി വന്ന് നേരിട്ടൊരു പുസ്തകം എഴുതിയ ആളാണ് മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, നമ്മുടെ മലയാള അക്ഷരത്തിൻ്റെ കാരണവരെന്ന് വിളിക്കാവുന്ന, നമ്മുടെ അയൽപക്കത്ത് ജീവിക്കുന്ന സി രാധാകൃഷ്ണൻ സാറ് എന്താണ് കാലം കാത്തുവെക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ മാതൃഭൂമിയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകത്തിൻ്റെ ക്രാഫ്റ്റ് തന്നെ ഒരു പ്രത്യേകതയാണ്. ഓരോരോ ലോകരാജ്യങ്ങളിൽ പോയിരുന്ന് എഴുതുന്നത് പോലെയാണ് അത്. ഒന്നാമത്തെ അധ്യായം ഇങ്ങനെയാണ്. ഒന്ന് ചൈനയിലാണെങ്കിൽ, ഒന്ന് ഹോളണ്ടിലാണ്. അങ്ങനെ ഓരോരോ രാജ്യങ്ങളിലായി പോയിരുന്ന് പഴയ കാല ഗരുഡൻ എൻ്റെ ഒരു യാത്രയാണ്. സംസ്കാരവും നമ്മുടെ മിത്തോളജി, നമ്മുടെ ചരിത്രവും ഫിലോസഫിയും ഏറ്റവും പുതിയ കാലത്തെ ഈ രാഷ്ട്രീയ ദർശനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന മനോഹരമായൊരു പുസ്തകമാണ്. വലിയ തോതിൽ വിറ്റുപോയ പുസ്തകമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ചൈനയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, നമ്മൾ മനുഷ്യത്വത്തോടെ എന്തെങ്കിലും കൂറുള്ളവർ ആദ്യം ചെയ്യേണ്ടത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മുതലാളിമാർക്ക് പാർട്ടി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത സ്ഥാപനമായി തീരുക, ഓരോരുത്തരും അതിൻ്റെ പാർട്ട്ണർമാരായി തീരുക. എന്നുവെച്ചാൽ വലിയൊരു കമ്പനി, ആ കമ്പനിയുടെ മുതലാളിമാർ ഓരോരുത്തരും അവനവൻ്റെ ആസ്തി വാരിക്കൂട്ടാനുള്ള, വർദ്ധിപ്പിക്കാനുള്ള മത്സരം. അവരെല്ലാവരും കൂടി ചേർന്നൊരു കോർപ്പറേറ്റ്, അവർ ജനങ്ങളെ ചൂഷണം ചെയ്യുക. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, അനാവശ്യമായി ആളുകളെ ആരോടും ചോദിക്കാതെ പിടിച്ചുകൊണ്ടുപോയി തടവിലിടാൻ ഇപ്പോഴും അവിടെ വകുപ്പുണ്ട്. പോലീസ് വെടിവെച്ച് കൊന്നാൽ ചോദ്യം ചെയ്യാതിരിക്കാനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും ശിക്ഷിക്കാനുമുള്ള വകുപ്പില്ല. നിരപരാധികളെ കൊണ്ടുപോയി ജയിലിലിട്ടാൽ വലിയ ലാഭമാണ് സർക്കാരിന്. എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഒരു ജയിൽ പുള്ളിയെ, ഒരു തടവുകാരനെ, അവൻ എത്ര കാലം തടവിലിട്ടാലും ഏറ്റവും ചുരുങ്ങിയത് അവനെ കൊണ്ട് അവിടെ എന്തെങ്കിലും ജോലി ചെയ്യിച്ചാൽ അതിന് വേതനം കൊടുക്കും. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിർബന്ധിതമായി ഫാക്ടറികളിൽ കൊണ്ടുപോയി പണിയെടുപ്പിക്കുകയാണ് ചൈനീസ് തടവുകാരെ കൊണ്ട്. അങ്ങനെ ഈ നിരപരാധികളെ കുറ്റവാളികളാക്കുന്നു, കുറ്റവാളികളെ തടവിലിടുന്നു, ആ തടവുകാരെ കൊണ്ടുപോയി ബലമായി പണിയെടുപ്പിക്കുന്നു.
ഒരു നയാ പൈസയും വേതനം കൊടുക്കേണ്ടി വരുന്നില്ല. അത്തരം ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കൊടുക്കാൻ ആർക്കാണ് പറ്റാത്തത്? ലേബർ ചാർജ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. അതാണ് ലോക മാർക്കറ്റുകളിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണ്. അതുകൊണ്ട് തെരുവ് തോറും ചൈനീസ് മാർക്കറ്റുകൾ നിറയുന്നു. ഇതാണ് ഇവരുടെ പുരോഗതിയുടെ ഒരു അടിത്തറ. മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവർ കരാറെടുക്കുന്നു. ആരാ കരാറെടുക്കുന്നത്? നമ്മുടെ വിചാരം ഒരു ചൈനീസ് കമ്പനി കരാറെടുക്കുന്നു. അതിൻ്റെ പ്രൊഫൈൽ അന്വേഷിച്ച് പോയാൽ നമുക്ക് മനസ്സിലാവും. ആ ചൈനീസ് കമ്പനി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവായിരിക്കും. അതാണ് എൻ്റെ സ്ഥിതി. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ ഇപ്പോൾ ഷീ ജിന്നിനെ പോലുള്ള ഒരു നേതാവിന് പ്രതിസന്ധി വരും. എന്തുകൊണ്ടെന്നാൽ അത് മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മൂലധനം കുന്നുകൂടുമ്പോൾ, മുതലാളിത്തം മത്സരത്തിൽ ഏർപ്പെടുമ്പോൾ ആന്തരിക വൈരുദ്ധ്യങ്ങൾ മൂർച്ഛിക്കും. തീർച്ചയായിട്ടും പ്രതിസന്ധിയിലേക്ക് വരും. മാർക്സിനെ ഒരു ദാർശനികൻ എന്ന നിലയിൽ നമ്മൾ വില കുറച്ച് കാണേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ദർശനത്തോട് വിയോജിക്കുന്ന ഒരു ലോകം എങ്ങും ഉണ്ടാകാം. അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മാർക്സിയൻ ആത്മീയതയുടെ അംശം പലപ്പോഴായിട്ട് പലരും ചോർത്തിക്കളഞ്ഞതാണ്. മാർക്സിയൻ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് പരിഹസിക്കുമായിരുന്നു. ഇപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട പഠന വിഷയമാണത്. അപ്പോൾ മാർക്സിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസത്തിൻ്റെ ഒരു ശക്തിയാണ്. അത് ചോർത്തിക്കളഞ്ഞതാണ് ഇവർക്ക് പറ്റിയത്. അത് പൂർണ്ണമായും ചോർന്നു പോയെടുത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായത്. അത് അതിൻ്റെ ഒരു അംശമാണ്. ഇത് നമ്മുടെ ഓഷോ തിരിച്ചറിയുന്നുണ്ട്. ഈവൻ സ്റ്റാലിൻ്റെ തകർച്ചയെപ്പോലും അദ്ദേഹം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ മാർക്സിസം തീർച്ചയായിട്ടും അത് പ്രതിസന്ധി നേരിടും, യാതൊരു തർക്കവുമില്ല. 75 കൊല്ലമെങ്കിലും 72-73 കൊല്ലമെങ്കിലും സോവിയറ്റ് യൂണിയൻ നിൽക്കാൻ പറ്റി. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്വകാര്യ മൂലധനത്തിൻ്റെ അടിമകളായി ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറാതെ പോയതുകൊണ്ടാണ്. അവിടെ ഈ അടിച്ചമർത്തലിൻ്റെ, അപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത് മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുമ്പോഴാണ്. മനുഷ്യനെന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ ആത്മാംശമാണ്. മനുഷ്യൻ ഒരു കൊച്ചു മനുഷ്യനെ, ദുർബലനായൊരു മനുഷ്യനെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ പോലും നമ്മൾ ഈ പ്രപഞ്ചത്തെ ആക്രമിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണ് സോവിയറ്റ് യൂണിയൻ്റെ പ്രശ്നം. മനുഷ്യാവകാശങ്ങളുടെ ധ്വംസനമാണ്, കൂട്ടക്കൊലകളാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള സംഗതികളാണ്. ചൈനയിലെ പ്രശ്നം അതല്ല. ചൈനയിലെ പ്രശ്നം മാർക്സിസത്തിൻ്റെ ഒന്നാമത്തെ ശത്രു ആരാണ്? സ്വകാര്യ മൂലധനമാണ്. സ്വകാര്യ മൂലധനമാണ് ചൈനയെ കീഴടക്കിയിരിക്കുന്നത്. അതുകൊണ്ടത് ഇത്രയും കാലം നിന്നു എന്ന് കൂട്ടിയാൽ മതി. തൽക്കാലം കുറച്ച് 12 കൊല്ലം എത്ര കാലം ഇപ്പോൾ ഇദ്ദേഹം വന്നിട്ട്. അപ്പോൾ അത് ആ കാലത്താണ്. ഇപ്പോൾ ഗോർബച്ചേവാണ് സോവിയറ്റ് യൂണിയൻ തകർത്തത് എന്ന് പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ ചൈനയുടെ സമ്പൂർണ്ണമായ തകർച്ച എന്ന് പറഞ്ഞാൽ ചൈന എന്ന സ്വപ്നത്തിൻ്റെ തകർച്ച. ചൈന എന്ന് പറയുന്നത് ഈ മാവോയുടെ വിമോചന സ്വപ്നമാണെങ്കിൽ ആ ചൈന സമ്പൂർണ്ണമായി തകർന്നു കഴിഞ്ഞതാണ് ഷീയുടെ കാലത്ത്. അത് പൂർണ്ണമാകും, യാതൊരു തർക്കവുമില്ല. അദ്ദേഹം കാരണം വൈരുദ്ധ്യങ്ങളുടെ ലോകത്താണ്. മൂലധനത്തിൻ്റെ മത്സരങ്ങളാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പതനത്തിലേക്ക് പോകും, തകരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് നമ്മളെപ്പോൾ എത്ര കാലം എന്ന് കാത്തിരുന്നാൽ മതി. ഈ ഒരു ദയാവധം കാത്തുകിടക്കുന്ന, എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വല്ലതും ഇനി ചൈനയിൽ ബാക്കിയുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ചൈന അങ്ങനെ ഒരു രാജ്യമായി കഴിഞ്ഞിട്ടുണ്ട്. മുതലാളിത്തത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും മനുഷ്യവിരുദ്ധമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യ മൂലധനത്തെ വളർത്തിയെടുത്തിട്ട് സ്വകാര്യ മൂലധനം പാർട്ടിയായി തീരുകയും പാർട്ടിയുടെ ആ മൂലധനത്തിൻ്റെ അടിമകളായി പാർട്ടി മെഷീനറി മാറുകയും അവരുടെ അടിമത്തൊഴിലാളികളായിട്ട് ചൈനീസ് അവിടെ. അതുകൊണ്ടാണ് ആത്മീയതയെ അവർക്ക് വലിയ ശത്രുതയാണല്ലോ. ഏറ്റവും ഒടുവിലത്തെ ചിത്രം കണ്ടില്ലേ? ദലൈലാമയെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ദലൈലാമ അവരുടെ പിടിയിൽ വഴങ്ങാത്തത് കൊണ്ട് ദലൈലാമയ്ക്ക് പ്രായം ചെല്ലുമ്പോൾ അടുത്ത അനുയായിയെ ഉടനെ പ്രഖ്യാപിക്കണം. അത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഒരു ഭരണകൂടം തീരുമാനിക്കുകയാണ്. അവർക്ക് അതിൻ്റെ അർത്ഥം ആത്മീയതയെ അവർ ഭയപ്പെടുന്നുണ്ട്. അവിടുത്തെ മുസ്ലിങ്ങളുടെ ആത്മീയതയെ അവർ ഭയപ്പെടുന്നുണ്ട്, ആട്ടി ഓടിക്കുന്നുണ്ട്, കൂട്ടക്കൊല ചെയ്യുന്നുണ്ട്. അത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് വേറൊന്നുകൊണ്ടുമല്ല, മൂലധനത്തിന് ഉയ്ഗർ മുസ്ലിംസിൻ്റെ ഞാൻ പറയുന്നത് അത് ഈ മുസ്ലിം ആയതുകൊണ്ടല്ല. അത് അവർക്ക് ഈ മൂലധനത്തിന് നേരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്ത് മൂലധനത്തെ ഭയപ്പെടാതെ, അധികാരത്തെയും ആസ്തിയെയും ഭയപ്പെടാത്ത ആത്മീയത എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. അത് സ്വാഭാവികമാണ്. അതിനോട് ആദരപൂർവ്വം പെരുമാറിയ രാജ്യങ്ങളിലൊക്കെ മാർക്സിസം അതിൻ്റെ തിളക്കത്തോടു കൂടി നിന്നിട്ടുമുണ്ട്. അത് എവിടെ വഴിതെറ്റിപ്പോകുന്നുവോ അത് തകരും എന്ന് തീർച്ചയാണ്.
തീർച്ചയായിട്ടും നമുക്ക് ചൈനയുടെ തകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.